പഴനുറുക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഏത്തയ്ക്ക, തേങ്ങാപ്പാൽ, ശർക്കരപ്പാനി, നെയ്യ്, ഏലക്കായും ജീരകം പൊടിച്ചത്. ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിന് ശേഷം നമ്മൾ ഏത്തയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണേ, കാരണം അടിയിൽ പിടിക്കാതെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അത് അടച്ച് വെച്ച് വേവിക്കണം. അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഈ പരുവാകും കണ്ടോ. ഈ ടൈപ്പ് ആകുമ്പോഴത്തേന് നമ്മളതിലേക്ക് നമ്മുടെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ചൊഴിക്കണം. ഏകദേശം ഒരു 250 ഗ്രാം ശർക്കരയുണ്ട് കേട്ടോ അത്. അപ്പോൾ ശർക്കരപ്പാനി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്യണം. ചൂടുകട്ടിയുള്ള പാത്രത്തിൽ വേണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കും. കാരണം ശർക്കരയും ഏത്തക്കയും ഒക്കെ അല്ലേ. ഇതെല്ലാവർക്കും കഴിക്കാൻ തന്നെ നല്ലൊരു സ്വീറ്റ്സാണ് കേട്ടോ. ഞങ്ങളിതിന് പഴനുറുക്കെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയുന്നതെന്ന് അറിയത്തില്ല. നിങ്ങളുടെ നാട്ടിൽ എന്തായാലും പേര് പറയുന്നത് എന്താണെങ്കിലും അത് നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഇപ്പോൾ ശർക്കര ഇതിനകത്ത് കിടന്ന് നമ്മൾ തിളയ്ക്കണം. തിളച്ച് നല്ല കുറുകി വരുമ്പം ഏത്തക്കായിലൊക്കെ നല്ലതാണ് ശർക്കര പിടിക്കണം. ആ ശർക്കര നല്ല തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് ഏലക്കായും ജീരകം പൊടിച്ചത് ഇടും. കാരണം നമ്മുടെ ശർക്കരയിലും ഏത്തക്കായിലും ഒക്കെ നന്നായിട്ടത് അതിൻ്റെ ആ ഫ്ലേവർ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ടൈമിലിടുന്നത്. അതും കൂടി ഇട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇളക്കണം കേട്ടോ. അല്ല, മിക്സ് ചെയ്ത് വേണം നമ്മൾ അത് പറ്റിച്ചെടുക്കാൻ. ഒരു ശകലം കുറുകി വരുമ്പോൾ നമ്മളതിലേക്ക് നെയ്യ് ഒഴിക്കും. ഒരു 3 സ്പൂൺ നെയ്യുണ്ട് കേട്ടോ. അത് നന്നായിട്ട് നെയ്യ് ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്യണം. ഇത് നമ്മൾ ഇളക്കി ചൂട് പിടിക്കാതെ നോക്കണം കേട്ടോ. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ നമുക്ക് ചൂട് പിടിക്കില്ല. അപ്പോൾ അത് ചൂട് പിടിക്കാതെ നമ്മൾ നോക്കണം. അതുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ കുറച്ചൊരു ലൂസായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും കുറച്ചുകൂടെ പറ്റിച്ചെടുക്കണം. അത് പറ്റിയതിന് ശേഷം അത് ഈ പരുവായി വരും. ഈ ടൈപ്പായി വരുമ്പോഴത്തേന് നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിട്ട് തേങ്ങാപ്പാൽ ചെറിയൊരു തേങ്ങയുടെ കേട്ടോ, ചെറിയൊരു തേങ്ങ എടുത്തിട്ടുള്ളൂ. തേങ്ങാപ്പാൽ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇളക്കി അപ്പോഴത്തേന് നമ്മുടെ സ്റ്റൗവിൻ്റെ തീ ഒന്ന് കുറച്ച് വയ്ക്കണേ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അത് കിടന്ന് തിളച്ച് പിരിയും. ആ ചൂടിനകത്ത് തന്നെ തേങ്ങാപ്പാൽ മിക്സ് ആയി കഴിയുമ്പോൾ നമ്മളത് വാങ്ങി വെച്ച് ചെറിയ ചൂടോടെ നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട്, ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പപ്പടം പൊള്ളിച്ചതാണ് നമ്മൾ കൊടുത്തിടുന്നത് കേട്ടോ. പപ്പടം പൊള്ളിച്ചതും കൂടെ ഇട്ട് അത് ഞെരടി നമ്മൾ കഴിക്കണം. അപ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.